മുഗൾ ഭരണാധികാരി ഔറംഗസീബ് ക്രൂരനല്ലെന്നും അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ഇന്ത്യ സാമ്പത്തികമായി ഏറ്റവും പുരോഗതി കൈവരിച്ചതെന്നും പറഞ്ഞതിന് മഹാരാഷ്ട്രയിലെ സമാജ്വാദി പാർട്ടി നേതാവും എം.എൽ.എയുമായ അബു അസിം ആസ്മിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് മുംബൈ പോലീസ്. ഔറംഗസീബ് നിരവധി ക്ഷേത്രങ്ങൾ പണിതു. വാരാണസിയിൽ ഹിന്ദു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച പുരോഹിതനിൽ നിന്ന് അവളെ രക്ഷിച്ചു തുടങ്ങിയ ചരിത്ര വസ്തുതകൾ പറഞ്ഞതിനാണ് കേസ്. ചരിത്രം പറഞ്ഞതിന് ഒരു എം.എൽ.എക്കെതിരെ കേസെടുക്കുന്നത് രാജ്യം എവിടെ എത്തി എന്നതിൻ്റെ സൂചനയാണ്. കുറച്ചുകാലമായി ഔറംഗസീബിനെതിരെ സംഘപരിവാർ വ്യാപകമായി നുണപ്രചാരണം നടത്തുന്നുണ്ട്. വാരാണസിയിലെ ഗ്യാൻവാബി മസ്ജിദും മധുരയിലെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദും കൈയടക്കാൻ ഹിന്ദുത്വവാദികൾ ശ്രമിക്കുന്നത് ഔറംഗസീബ് ക്ഷേത്രം തകർത്തുണ്ടാക്കിയ പള്ളികളാണിതെന്ന കള്ളക്കഥയുണ്ടാക്കിയാണ്. അഹിംസയും സ്നേഹസന്ദേശവും പ്രചരിപ്പിക്കുന്ന കവിത ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാക്കി വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചതിന് കോൺഗ്രസ് MP ഇമ്രാൻ പ്രതാപ് ഗർഹിക്കെതിരെ ഗുജറാത്ത് പോലീസ് രാജ്യദ്രോഹം കുറ്റം രജിസ്റ്റർ ചെയ്ത കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ പരിഗണനയിലാണ്. ഭരണഘടന നിലവിൽ വന്ന് 75 വർഷങ്ങൾക്ക് ശേഷമെങ്കിലും അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും എന്താണെന്ന് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ എന്നാണ് ഈ കേസ് പരിഗണിക്കവേ ജസ്റ്റിസുമാരായ അഭയ്, ഉജ്ജ്വൽ എന്നിവരടങ്ങിയ ബെഞ്ച് ചോദിച്ചത്. കവിത ഏതെങ്കിലും മതവിഭാഗത്തെ വിമർശിക്കുന്നതോ രാജ്യവിരുദ്ധ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതോ അല്ലെന്നും അഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നും ബെഞ്ച് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഈ രണ്ട് കേസുകളും ആദ്യത്തേതല്ല, അവസാനത്തേതാകാൻ പോകുന്നുമില്ല. സംഘപരിവാറിന്റെ നികൃഷ്ട ചിന്താധാരകൾക്കെതിരായ എന്തിനേയും നിയമത്തിന്റെ ചങ്ങല ഉപയോഗിച്ച് നേരിടാനാണ് BJP സർക്കാരുകൾ ശ്രമിക്കുന്നത്. ഇന്ത്യ ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിന്നത് ഔറംഗസീബിന്റെ ഭരണകാലത്താണ്. ലോകസമ്പത്തിന്റെ 24% അന്ന് ഇന്ത്യയിലായിരുന്നു. യൂറോപ്പ് രാജ്യങ്ങളുടെ മൊത്തം സാമ്പത്തിക വ്യവസ്ഥ ചേർത്തുവെച്ചാൽ പോലും അത്രയും വരുമായിരുന്നില്ല. ബ്രിട്ടീഷുകാർ 200 കൊല്ലം ഇന്ത്യ ഭരിക്കുകയും 1947 തിരിച്ചു പോവുകയും ചെയ്തപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക വിഹിതം 3% ചുരുങ്ങി. ഈ ചരിത്ര വസ്തുത ലോകം അംഗീകരിച്ചതാണ്. ഔറംഗസീബിന്റെ കാലത്ത് ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് സഹായം നൽകിയതിൻ്റെ ഉദാഹരണങ്ങൾ അനവധിയുണ്ട്. ചരിത്ര വസ്തുതകൾ പറയുന്നവർ പോലീസിനെ പേടിക്കേണ്ട സാഹചര്യം ഏകാധിപത്യത്തിൽ പോലും ഉണ്ടാകില്ല. ക്രിയാത്മക വിമർശനം, ഉത്തരവാദിത്വം, പരിഷ്കരണം എന്നിവ അനുവദിക്കുന്ന ആശയങ്ങളുടെയും വൈവിധ്യമാർന്ന അഭിപ്രായങ്ങളുടെയും തുറന്ന കൈമാറ്റത്തിലാണ് ഊർജ്ജസ്വല ജനാധിപത്യം വളരുന്നത്. ഒരു ലിബറൽ നിയമ സംവിധാനം ആവിഷ്കാരത്തിനും അഭിപ്രായങ്ങൾക്കും ഭരണഘടനാപരമായ പരിരക്ഷകൾ നൽകേണ്ടതാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 തന്നെ ഇക്കാര്യത്തിൽ ദേശീയ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചില നിയന്ത്രണങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം വിയോജിപ്പുകളെ അടിച്ചമർത്തുന്നതിനായി ഉപയോഗിക്കുന്നു. ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗത്തിന് നിലവിലേതുപോലെ അപകടകരമായ മറ്റൊരു സമയം ഉണ്ടായിട്ടില്ല. ഭരിക്കുന്ന പാർട്ടി നേതാക്കളും കേന്ദ്ര സർക്കാരിൻ്റെ അംഗങ്ങൾ പോലും മുസ്ലിങ്ങളെ പരിഹസിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന വിഷലിപ്ത വിദ്വേഷ പ്രസംഗങ്ങൾ തടസ്സമില്ലാതെ നടത്തുന്നു. അത് നിയന്ത്രിക്കാൻ സർക്കാർ വിസമ്മതിക്കുന്നു. മുസ്ലിം പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്ന റോഡുകളെയും പട്ടണങ്ങളുടെയും പേരുകൾ മാറ്റുന്നു. ഹിന്ദുക്കൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റുകളിലും സെറ്റിൽമെന്റുകളിലും താമസിക്കുന്നതിന് മുസ്ലിങ്ങളെ അകറ്റുന്നു. അവരുടെ പള്ളികൾക്കും മറ്റു വിശുദ്ധ സ്ഥാപനങ്ങൾക്കുമേലും അവകാശവാദം ഉന്നയിക്കുന്നത് പതിവാകുന്നു. വിദ്യാർത്ഥി ആക്ടിവിസ്റ്റുകളും അക്കാദമിക് വിദഗ്ധരും അവകാശ അഭിഭാഷകരും കവികളും പുരോഹിതന്മാരും വരെ അനിശ്ചിതകാലത്തേക്ക് ജയിലിൽ കിടക്കുകയും ജാമ്യം നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നു. മുസ്ലിങ്ങളുടെ സ്വത്തുകൾ തട്ടിയെടുക്കുന്നതിനും അവരുടെ അവകാശങ്ങൾ കവരുന്നതിനുമുള്ള നിയമനിർമ്മാണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഉണ്ടാകുന്നു. വീടുകളും സ്ഥാപനങ്ങളും ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്നു. ഇതിന് തുടർച്ചയായാണ് ഇപ്പോൾ MP-മാർക്കും MLA-മാർക്കും നേരെ വ്യാപകമായ കള്ളക്കേസുകൾ ചുമത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഒരു മുസ്ലിം കുട്ടിക്ക് ഭയമില്ലാതെ നടക്കാൻ കഴിയുന്ന ഇന്ത്യയെക്കുറിച്ചുള്ള തൻ്റെ സ്വപ്നത്തെക്കുറിച്ചാണ് കൊല്ലപ്പെടുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് മഹാത്മാഗാന്ധി സംസാരിച്ചത്. ഇന്ന് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഭയം ഒരു ജീവിത രീതിയായും വിവേചനം സ്വാഭാവിക അനുഭവമായും മാറിയിരിക്കുന്നു. ചരിത്ര വസ്തുതകളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് അക്കാദമിക് സംവിധാനങ്ങളിലാണ് പരിഹരിക്കേണ്ടത്. അതിന് പകരം കേസെടുക്കുന്നത് അതിൽ ചരിത്ര വസ്തുതകളെ കൊണ്ട് തിരുത്താൻ കഴിയാത്തതിനാലാണ്.